أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك അപ്രകാരം ഫത്തന്ന നാം ഫിത്നയിൽ അകപ്പെടുത്തിയിട്ടുണ്ട് ബഅദഹും ചിലരെ ബിബഅദിൻ ചിലരെ കൊണ്ട് പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ട് ലിയഖൂലു അവർ പറയാൻ വേണ്ടി അഹാഉലായി ഇക്കൂട്ടരാണോ മന്നല്ലാഹു അല്ലാഹു അനുഗ്രഹം ചെയ്തു അലൈഹിം അവർക്കുമേൽ മിൻ ബൈനിന നമുക്കിടയിൽ നിന്ന് അലൈസല്ലാഹു അല്ലാഹു അല്ലയോ ബി അഅലമ ബിശ്ശാകിരീൻ നന്ദിയുള്ളവരെ ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു അല്ലയോ വഇദാ ജാഅക നിന്റെ അടുക്കൽ വന്നാൽ അല്ലദീന യുഅ്മിനൂന ബി ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കുന്നവർ ഫഖുൽ അപ്പോൾ നീ അവരോട് പറയുക സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സലാം എന്ന് പറയുക കതബ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിയമമാക്കിയിരിക്കുന്നു അലാ നഫ്സിഹി സ്വന്തത്തിനുമേൽ അള്ളാഹുവിൻ്റെ മേൽ അർ റഹ്മത്ത കാരുണ്യം നിയമമാക്കിയിരിക്കുന്നു അന്നഹു നിശ്ചയമായും അത് മൻ അമില മിൻകും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അമൽ ചെയ്താൽ സൂഅൻ തിന്മയായ കർമ്മങ്ങൾ ചെയ്താൽ ബി ജഹാലത്തിൻ അവൻ്റെ അറിവ് കേടുകൊണ്ട് സുമ്മത്താബ പിന്നെ അവൻ മടങ്ങി മിൻ ബഅദിഹി അതിനു ശേഷം വ അസ്ലഹ അവൻ്റെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്താൽ അന്നഹു നിശ്ചയമായി അല്ലാഹു ഗഫൂറുർ റഹീം അവൻ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് വകദാലിക അപ്രകാരം നുഫസ്സിലുൽ ആയാത്തി ആയാത്തുകളെ നാം വേർതിരിക്കുന്നു തെളിവുകളെ വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ കുറ്റവാളികളുടെ മാർഗം വ്യക്തമാവാൻ വേണ്ടി ഖുൽ പറയുക ഇന്നി നിശ്ചയമായും നുഹീതു ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു അൻ അഅബുദ ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ ആരെ ഇബാദത്ത് ചെയ്യുന്നു അല്ലദീന തദ്ഊന മിൻ ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്ന അവരെ ഖുൽ പറയുക ലാ അത്തബിഉ ഞാൻ പിന്തുടരുകയില്ല അഹ്വാഅക്കും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഖദ് വലൽതു ഇദൻ എങ്കിൽ ഞാൻ വഴികേടിലായി പോകും നിശ്ചയമായും വമാ അന ഞാൻ ആവുകയുമില്ല മിനൽ മുഹ്തദീൻ സന്മാർഗികളിൽ പെടുകയുമില്ല ഖുൽ പറയുക ഇന്നി നിശ്ചയമായും ഞാൻ അലാ ബയ്യിനത്തിൻ മിർ റബ്ബി എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിച്ചത്തിലാണ് വകദ്ദബ്തും ബിഹി ആ തെളിച്ചത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുമില്ല തള്ളിക്കളയുന്നു മാ ഇന്ദി എൻ്റെ അടുക്കലില്ല മാ തസ്തഅജിലൂന ബിഹി എന്തൊന്നിനാണോ നിങ്ങൾ ധൃതി കൂട്ടുന്നത് അത് എൻ്റെ അധീനത്തിലല്ല ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ വിധികളൊക്കെയും അള്ളാഹുവിൻ്റേത് മാത്രമാണ് യഖുസ്സുൽ ഹക്ക യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുന്നു പിന്തുടരുന്നു വഹുവ ആ അള്ളാഹു ഖൈറുൽ ഫാസിലീൻ വേർതിരിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും നന്നായി വേർതിരിച്ചു വിശദീകരിക്കുന്നവനാണ് അള്ളാഹു ഖുൽ പറയുക ലൗ അന്ന ഇന്ദി എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ മാ തസ്തഅജിലൂന ബിഹി എന്തിനു വേണ്ടിയാണോ നിങ്ങൾ തിരക്ക് കൂട്ടുന്നത് അത് എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലഖുദിയൽ അംറു ബൈനി വ ബൈനക്കും എനിക്കും നിങ്ങൾക്കുമിടയിലുള്ള കാര്യം ഞാൻ തീർക്കുമായിരുന്നു വല്ലാഹു അല്ലാഹു അഅലമു ഏറ്റവും നന്നായി അറിയുന്നു ബിൽ ളാലിമീൻ ളാലിമീങ്ങളെ ഏറ്റവും നന്നായി അല്ലാഹു അറിയുന്നു വ ഇൻദഹു അവൻ്റെ അടുക്കലാണ് മഫാത്തിഹുൽ ഗൈബി ഗൈബുകളുടെ താക്കോലുകൾ ഗൈബിൻ്റെ താക്കോലുകൾ അവൻ്റെ അടുക്കലാണ് ലാ യഅലമുഹ അതിനെക്കുറിച്ച് അറിയുകയില്ല ഇല്ലാഹുവ ആ അള്ളാഹുവിനല്ലാതെ വയഅലമു അവൻ അറിയുന്നു മാഫിൽ ബർരി കരയിലുള്ളതും വൽ ബഹരി കടലിലുള്ളതും വമാ തസ്കുത്തു വീഴുന്നുമില്ല മിൻ വറക്കത്തിൻ ഒരു ഇലകളിൽ നിന്ന് ഒന്നും വീഴുന്നുമില്ല ഇല്ലാ യഅലമുഹ അവൻ്റെ അറിവോടുകൂടിയല്ലാതെ വലാ ഹബ്ബത്തിൻ ഒരു വിത്തുമില്ല ഫീ ദുലുമാത്തിൽ അർളി ഭൂമിയുടെ അന്ധകാരങ്ങളിൽ വലാ റത്ബിൻ അത് പച്ചയായാലും വലാ യാബിസിൻ അത് ഉണങ്ങിയതായാലും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ ഇല്ലാതെ ഇല്ല. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മളൊരു പറഞ്ഞതിൻ്റെ ഒരു സാരം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ ഭയപ്പെടുന്നവ അള്ളാഹു അല്ലാത്ത ആരെയും പ്രൊട്ടക്ഷന് വേണ്ടിയോ ശുപാർശയ്ക്ക് വേണ്ടിയോ അംഗീകരിക്കാത്തവർ സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി മുത്തക്കികളായി ജീവിക്കാൻ തീരുമാനിച്ചവർ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഖുർആൻ അവർക്ക് വേണ്ടിയുള്ളത്. അത്തരം ആളുകൾക്ക് മാത്രമേ ഖുർആൻ പ്രയോജനപ്പെടുകയുള്ളൂ.
റസൂല് പരിഗണിക്കേണ്ടതും അത്തരക്കാരെയാണ്. അവരുടെ വേറെ കണക്കുകളൊന്നും ആരും നോക്കേണ്ടതില്ല. അവർ ഏതവസ്ഥയിൽ നിന്നാണോ വന്നത് പോയത് അതൊന്നും അറിയേണ്ടതില്ല. പ്രവാചകൻ എന്തേ സമ്പത്തില്ലാത്തവനും ആളില്ലാത്തവനും ഒക്കെയായി എന്ന കണക്ക് അവരും നോക്കേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലെ കാര്യങ്ങളാണ്. സമൂഹത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതൊരടിസ്ഥാന സംഗതിയാണ്. അതിനെക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ ബഖറ 245 പറയുന്നു, മന്ദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറത്തൻ വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അതായത് ആരാണ് അള്ളാഹുവിന് കർള് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം കൊടുക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയുമെങ്കിലും അതതിൻ്റെ ഞാൻ അൽ ബഖറ പറയുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടേതാണെന്ന് തോന്നുന്നതിനെ, അതാണല്ലോ സമ്പത്ത്, നമ്മുടേതാണെന്ന് തോന്നുന്ന ഒരു സാധനത്തിന് നമ്മുടേതല്ല അള്ളാഹുവിൻ്റേതാണ് എന്ന് മുറിച്ച് കടക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കൊടുക്കലാണ്. അത് അങ്ങനെ കൊടുക്കാനും മേടിക്കാനും ഉള്ള ആളുകളുണ്ടല്ലോ. കൊടുക്കാനുണ്ടെങ്കിൽ മേടിക്കാനുള്ള ആളുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്, ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് മേടിക്കേണ്ടതെന്നൊക്കെ. അതാണ് വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ആ ഒരു ബോധത്തോടെ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ്. രണ്ടായാലും കിട്ടിയാലും കിട്ടാതെ ഇരുന്നാലും ആ ഒരു ബോധത്തോടെ കൈകാര്യം ചെയ്യണം. ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അതായത് റബ്ബാണ് ഈ കൊടുക്കുന്നതും കുറക്കുന്നതും ഒക്കെ റബ്ബാണ്. അത് അള്ളാഹു അതിസൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഇത് നിരവധി സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്ന ഒരു വിഷയമാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ അതാണ് ഇനി അടുത്ത കദാലിക്ക അപ്രകാരം ഫത്തന്ന നാം ഫിത്നയിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. ബഅ്ളഹും ബിബഅ്ളിൻ ചിലരെ കൊണ്ട് പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊടുത്തിട്ടും കൊടുക്കാതെയും അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അത് ഖുർആൻ പറയാം, വലൗ ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജഅലക്കും ഉമ്മത്തൻ വാഹിദത്തൻ, നിങ്ങളെ ഒരൊറ്റ വിഭാഗമാക്കുമായിരുന്നു, ഒരേപോലെ ആക്കുമായിരുന്നു. പക്ഷേ ലിയബ്ലുവക്കും ഫീമാ ആത്താക്കും, നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്, അല്ലാതെ ഒരുമാതിരി ആക്കാൻ പറ്റാതല്ല. വറഫഅ ബഅ്ളക്കും ഫൗക ബഅ്ളിൻ ദറജാത്ത്, ചിലർക്ക് മേൽ പദവികൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഈ സമ്പത്തിൻ്റെ മാത്രം കാര്യത്തിലല്ല, കഴിവുകളുടെ എല്ലാ രംഗത്തും. ഈ റസക്ക എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിലക്ക് കിട്ടുന്ന എല്ലാ സംഗതികളിലുണ്ട്. കഴിവുകളിൽ, പേഴ്സണൽ സ്കില്ലുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ലിയബ്ലുവക്കും ഫീമാ ആത്താക്കും, അതൊക്കെ അങ്ങനെ ആയിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിപ്പിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ കാഴ്ചപ്പാട്, അത് പരീക്ഷണമാണ് എന്നുള്ള ഈ കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലിയഖൂലു, അവർ പറയാൻ വേണ്ടി തന്നെയാണ്. അതായത് പരീക്ഷണത്തിൽ അള്ളാഹു അകപ്പെടുത്തുന്നത് കൽപ്പിച്ചു കൂട്ടിയിട്ടാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ആ സംഗതികളെ ശരിക്ക് ഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ അംഗീകരിക്കാത്തവർ, ഗ്രഹിച്ചില്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നൊക്കെ, പക്ഷെ അത് അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കാത്തവർ അതിൻ്റെ എൻഡിൽ തന്നെ പോയി എത്തിപ്പെടും. അവർ പറയും, അഹാ ഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഞങ്ങൾ ഇത്ര കേമന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ ഞങ്ങളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം നൽകാൻ, അതായത് ഹിദായത്താകുന്ന അനുഗ്രഹം നൽകാൻ ഇവരെയാണോ കിട്ടിയത്? അതായത് ഈ ഇല്ലാത്തവരും കുറഞ്ഞവരും ഒക്കെയാണല്ലോ റസൂലിൻ്റെ കൂടെ ഉള്ളവർ. അപ്പോൾ അവരെയാണോ അള്ളാഹുവിന് കിട്ടിയത് ഈ അനുഗ്രഹം നൽകാൻ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ നൽകിയതൊന്നും അനുഗ്രഹമല്ല എന്നാണ്. ഈ നൽകിയത് ഹിദായത്തും ഒരു അനുഗ്രഹമല്ല എന്നാണ് അവർ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ അത് അവരുടെ യോഗ്യതയും കഴിവുമായിട്ടാണ് അവർ വിലയിരുത്തുക. കിട്ടാത്തവർ വിചാരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമുണ്ട്. കിട്ടാത്തവർ വിചാരിക്കുക അവരുടെ അയോഗ്യതയും നിന്ദ്യതയുമായിട്ടാണ് അതിനെ കാണുക. രണ്ട് നിലക്കുണ്ട്. അത് ഒരു ക്രമം എന്ന് പറയുന്നത്
ഒരു കൂട്ടർ സ്വയം ഉണ്ടാക്കുന്നതും മറ്റൊരു ക്രമം എന്ന് പറയുന്നത് കെട്ടിയിറക്കുന്നതുമാണ്. അതങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ജാതികളൊക്കെ ഉണ്ടല്ലോ, ഈ ജാതികൾ, ഈ താഴ്ന്ന ജാതികൾ ആയിപ്പോയത് എന്ത് എന്ന് ചോദിച്ചാൽ അതിനവർക്ക് ഉത്തരമുണ്ട്. അത് മുജമ്മത്തിൽ ഉള്ള പ്രശ്നമാണ്. അത് ആര് കൊടുത്തതാ? അത് അവരുണ്ടാക്കിയതല്ല. അവർ മറ്റുള്ളവർ ഇറക്കിക്കൊടുത്ത് അതിനങ്ങ് അംഗീകരിച്ചിരിക്കുക. അപ്പോൾ ഇത് രണ്ടും സംഗതി പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്, അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു വ അക്രമഹു വ നഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അതായത് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ യോഗ്യത കൊണ്ടാണെന്നുള്ളതൊക്കെ ഒരു താഴ്ചയത്. അതേ സമയത്ത് ഇപ്പുറത്തുള്ള ആളുകൾ അമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അത് കുറഞ്ഞു പോയ ആളുകൾ, പദവികളും സമ്പത്തും അധികാരമൊക്കെ കുറഞ്ഞു പോയ ആളുകൾ, അത് ദൈവം ഞങ്ങളെ അങ്ങനെ നിന്ദിച്ചതാണ്. നിന്ദിക്കാൻ കാരണം എന്താ? ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, അതായത് നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ള ഒരു ഇതിൽ അവരെ അടിച്ചമർത്തിയിടുക. ഇതൊക്കെ വലിയ ആസൂത്രിതമായ സംഭവങ്ങളാണ്. കാരണം ഇതൊന്നും കേവലമായ വെറും വർത്തമാനത്തിൽ നിൽക്കുന്നതല്ല. കാരണം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട് അത്രയും വിപുലമായ പ്രത്യാഘാതങ്ങളുള്ള വിശ്വാസങ്ങളാണ് ഇതൊക്കെ. അതാണിപ്പോൾ ഈ പുനർജന്മം, ഉന്നത കുലജാതൻ, ഒന്നാം ലോകം, മൂന്നാം ലോകം, ഈ വക സംഗതികളിലേക്ക് ഒക്കെ കെട്ടിവരിഞ്ഞു വരുന്നത് ഈ കാഴ്ചപ്പാടാണ്. അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. അത് ഫിത്തനയാണ്. അത് പരീക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ ആരുടെങ്കിലും മുൻജന്മം കൊണ്ടോ അല്ലെങ്കിൽ വേറെ വിഷയങ്ങളെ കൊണ്ടോ പാപങ്ങളെ കൊണ്ടോ ഒന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് ഭൂമിയിലെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവർ ഈ ചോദിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ട് ചോദിക്കാം. അലൈസ അള്ളാഹു പറയാണ്, അള്ളാഹു അല്ലയോ ബി അഅലമ ബിശ്ശാകിരീൻ. ഈ നന്ദിയുള്ളവരെ, അതായത് കൊടുത്തതിൽ നന്ദിയുള്ളവരെ തിരിച്ചറിയാൻ ശേഷിക്കാത്തവനാണോ അള്ളാഹു എന്നാണ് അവരോട് ചോദിക്കുന്നത്. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. വഇദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിന. നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മളുടെ തെളിവുകൾ, അതായത് അള്ളാഹു പറയുന്ന, ഇപ്പം ഈ പറഞ്ഞതൊരു ആയത്താണ്. അതായത് എന്താണിത് ഇങ്ങനെ എന്നുള്ളതിന് വ്യക്തമായ ഒരു ആയത്താണ് ഇപ്പോൾ ഈ പറയുന്നത്. അതുമാതിരി നിരവധി ആയത്തുകൾ മുമ്പേ പറഞ്ഞു. ഈ ആയത്തുകളൊക്കെ ബോധ്യം വന്നിട്ട് നിൻ്റെ അടുക്കൽ വരുന്നവർ, അതായത് വിശ്വാസികളായിട്ട് വരുന്നവർ, അവരോട് പറയണം, ഫക്കുൽ, അവരോട് നീ പറയണം. എന്ത് പറയണം? സലാമുൻ അലൈക്കും. സാധാരണ ഇങ്ങോട്ട് വരണവരെന്താ ചെയ്യുക? ഇങ്ങോട്ടല്ലേ സലാം പറയാം. ഇത് വരണവരോട് നീ അങ്ങോട്ട് പറയണം. ഇത് ആര് പറയണം? അപ്പോൾ ആരാ സലാം പറയണത്? റസൂല് സലാം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതായത് സലാം പറയുന്നത് അള്ളാഹ്. അള്ളാഹുവാണ് ഈ കൂട്ടരെ, അതായത് അങ്ങനത്തെ ആളുകൾ, ആ വരുന്നവർ ഏത് വിഭാഗമാണ്, എങ്ങനത്തെ ആയിരുന്നു അവരുടെ മുമ്പത്തെ ജീവിതം, ഇതൊന്നും നീ നോക്കേണ്ടതില്ല. അവരുടെ പാസ്റ്റൊന്നും നോക്കേണ്ടതില്ല. നമ്മളൊന്നും ഇപ്പോൾ ഈ ദീനിൽ ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് നല്ല നമ്പൂരൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ഭയങ്കര സന്തോഷമാണ്. അതുമാതിരി ഭയങ്കര സെലിബ്രിറ്റികൾ വന്ന, അതേ സമയത്ത് ഒരു ദലിതനൊന്നും വന്നാൽ നമുക്ക് അതിനൊരു വിലയില്ല. അതങ്ങനെയാണ്. നമ്മളും ആ ഒരു കാഴ്ചപ്പാടിലൊക്കെയാണ് ഉള്ളത്. വലിയ ആളുകളൊക്കെ വരുമ്പോൾ എന്താ നമ്മുടെ സന്തോഷം എന്നറിയോ? ഇപ്പോൾ അവർ വന്നില്ലെങ്കിൽ അതും വലിയൊരു പ്രശ്നമാണ്. അപ്പം അത് അങ്ങനെയൊന്നല്ല. അവൻ മുമ്പ് എന്തായിരുന്നു, ഇനി അവൻ എന്തായിപ്പോകും എന്നുള്ള ബേജാറൊന്നും വേണ്ട. അങ്ങനെ വരുന്ന ആളുകളെ, ആ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചു വരുന്ന ആളുകളെ സലാമുൻ അലൈക്കും, അവരുടെ നീ ഹാർദവമായി സ്വാഗതം ചെയ്യണം. അവരുടെ യാതൊരു നിലക്കും ഒന്നിൻ്റെ പേരിലും ഒഴിച്ചു നിർത്താൻ പാടില്ല. കാരണം കത്തബ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിയമമാക്കിയിരിക്കുന്നു, അലാ നഫ്സിഹി റഹ്മ, റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു സ്വന്തം നിർബന്ധമാക്കിയൊരവസ്ഥയാണ്. ആ കാരുണ്യം അവർക്ക് തടയപ്പെട്ടത് എന്തുകൊണ്ട്? അതാ ഈ പറയുന്നത്. അള്ളാഹു സ്വന്തം ഒരു
റഹ്മത്ത് നിയമമാക്കിയെന്ന് വെച്ചാൽ അത് കോമണാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ മേലെ ആർക്കും അതിനെ തടഞ്ഞു നിർത്താനോ പിടിച്ചു വെക്കാനോ അധികാരമില്ല എന്നാണ് പറയണത്. അങ്ങനത്തെ അതൊക്കെ അംഗീകരിച്ചു വരുന്ന ആളുകളെ സലാം അവരെ ഹാർദവമായി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ വേറെയും ചില സംഗതികളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ വരുന്നത് ഈ റഹ്മത്തിൻ്റെ അധികാരികളായിട്ടാണ്. ഈ റഹ്മത്ത് ഈ റഹ്മത്ത് ഇനി കൈകാര്യം ചെയ്യേണ്ടവർ അവരാണ്. ഇപ്പോൾ റസൂലിൻ്റെ സ്വഹാബത്ത് ആ ഖന്തക്കിലൊക്കെ അത് വെട്ടുമ്പോൾ നിനക്ക് കിസ്റയുടെ വളയണിയണ്ടേന്നൊക്കെ ചോദിക്കണില്ലേ റസൂല്? അതാണ്, അതായത് ഈ വരുന്നത് അധികാരത്തിലേക്ക് കൂടിയാണ്. അള്ളാഹുവിൻ്റെ ഈ റഹ്മത്ത് കൈകാര്യം ചെയ്യാനുള്ള, അതാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്ത്, ആ സുൽത്താനിയത്ത്, ഈ അധികാരത്തിന് വേണ്ടി കൂടിയാണ് ഈ വിശ്വാസികളെ, ഈ തടയപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തപ്പെട്ട ഈ വിശ്വാസികളെ അള്ളാഹു ക്ഷണിക്കുന്നത്. അതാണ് അവർക്ക് അള്ളാഹുവാണ് സലാം, അള്ളാഹുവാണ് അവരോട് സലാം പറയുന്നത്, അവർക്ക് സലാം പറയും. അത് തടയപ്പെടാൻ, ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് തടയപ്പെടാൻ ആർക്കും ഭൂമിയിൽ അധികാരമില്ല. അത് അങ്ങനെ ആയിത്തീർന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്നഹു മൻ അമില മിൻകും സൂ, നിങ്ങളിൽ നിന്ന് സൂ ചെയ്ത ആളുകൾ. ആ സൂ എങ്ങനെയാണ് സംഭവിച്ചത്? ജഹാലത്ത് കൊണ്ട് സംഭവിച്ചതാണ്. അതായത് ഈ ദീനിനെ കുറിച്ചുള്ള ജഹാലത്ത്, ദീൻ ആദം മുതലുള്ളതാണ്, അതിനെക്കുറിച്ചുള്ള ജഹാലത്ത് കൊണ്ടാണ് അവർ ഈ സൂ പ്രവർത്തിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ജഹാലത്ത് ഉണ്ടായി? ജഹാലത്ത് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദീനിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. നമ്മൾ ദീനിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. നമ്മളെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനെ ഗ്രഹിക്കാതെ പഠിക്കാതെ നമ്മൾ ഓത്ത് മാത്രമാക്കി. ഓത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഓത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും, ഹിഫ്ദ് കോളേജുകൾ ധാരാളം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഗ്രാഹ്യത്തിലേക്കോ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്കോ കടക്കില്ല. അപ്പം എന്താ വെച്ചാൽ ജഹാലത്ത് ഉണ്ടാവും. ഇപ്പം ഈ നമ്മുടെ ഓത്ത് എന്ന് പറയുന്നത് ജഹാലത്തിൻ്റെ മുകളിൽ അടയിരിക്കലാണ്. ജഹാലത്തിൻ്റെ മുകളിൽ അടയിരിക്കുക, അതായത് ഇതിൽ നിന്നൊന്നും അങ്ങോട്ട് കയറില്ല. അടുത്ത മാസം എന്ന് പറയുന്നത് റമദാന, 3, 4, 5 ഖത്തം തീർക്കുന്നവരുണ്ടാവും. ഒരൊറ്റ സൂറ പഠിക്കുന്നവരുണ്ടാവില്ല, ഒരൊറ്റ സൂറ പഠിക്കുന്നവരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ജഹാലത്ത് ഇങ്ങനെ നിൽക്കും ചെയ്യും. നമ്മൾ സ്വയം വിചാരിക്കും നമ്മൾ ഖുർആൻ്റെ ആളുകളാണ്. ഒരേ ആയത്തന്നെ പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരേ ടൈമിൽ തന്നെ 5 ഖത്തം തീർക്കുന്നവരുണ്ട്. ഒരൊറ്റ ടൈമിൽ ഇപ്പോൾ കുൽഹു അല്ലാഹു അഹദ്, കുൽഹു അല്ലാഹു അഹദ്, കുൽഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ട് 4-5 പ്രാവശ്യം പറയാം. അങ്ങനെ അങ്ങ് പോണവർ അതുവരെ ഉണ്ട്. അതായത് നമ്മൾക്ക് എന്തിനു വേണ്ടിയാണോ ഈ റമദാനും ഈ ഖുർആനും ഒക്കെ ഇറക്കിയത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് ഒരു തരിമ്പും കടക്കാതെ, അതായത് വായയിൽ നിന്ന് അപ്പുറം ഈ ഒന്നും ഗ്രഹിക്കാതെയാണ് നമ്മൾ കാര്യങ്ങൾ. അതാണ് ജഹാലത്ത്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയിൽ വിവരമില്ലാത്ത ആൾക്ക് പറയുന്നതല്ല ജാഹിൽ എന്ന് പറയാം. ഇപ്പോൾ അബൂ ജാഹിൽ എന്ന് പറയുമ്പോൾ അബൂ ജാഹിൽ തന്നെ ഗംഭീരനാണ്, നല്ല യോദ്ധാവാണ്, നല്ല നേതാവാണ്, നല്ല സംഘാടകനാണ്, ഒക്കെയാണ്. പക്ഷെ എന്തിൻ്റെ ജഹാലത്താണ്? ഈ ഹിദായത്തിനെ കുറിച്ചുള്ള ജഹാലത്ത്. അതാണ് ജഹാലത്ത്. ആ ജഹാലത്ത് മാറ്റണം. സഹാബാക്കളൊക്കെ ഈ ഖുർആൻ അങ്ങനെ അവരുടെ ജഹാലത്ത് നീങ്ങിപ്പോയി. അവർ തിന്മയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. പക്ഷേ ഈ ഹിദായത്ത് അവർക്ക് വന്നോടുകൂടി, ഖുർആൻ അവരുടെയൊക്കെ വന്നോടുകൂടി അവരുടെ ജഹാലത്ത് നീങ്ങിപ്പോയി. അതാണ് അങ്ങനെയാവണം. സുമ്മ താപ മിൻ ബഅദിഹി, പിന്നെ അതിന് ശേഷം മടങ്ങണം. ഏതിലേക്ക്? ഈ ഖുർആനിലേക്കും ഈ ഹിദായത്തിലേക്കും അവൻ മടങ്ങിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസുലഹ. നമ്മളിപ്പോൾ എത്രയോ ഖുർആൻ ഓതിയാലും നമ്മളുടെ ഈ അമല് ഇസ്ലാഹ് ഉണ്ടാവണില്ല, അമലുകളിൽ ഇസ്ലാഹ് ഉണ്ടാവില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ തട്ടിക്കയറും, ഉള്ള തെറിയൊക്കെ വായിന്ന് വിളിച്ചു പറയും. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ അതിന് സാഹചര്യത്തെ കാരണം പറയില്ല. പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ വൃത്തികേടിലേക്കും അയാൾ ഇറങ്ങും. അതായത് അമല് ഇസ്ലാഹുണില്ല. അതെന്താ വെച്ചാൽ ഇതിൽക്ക് ഗ്രാഹ്യം ഉണ്ടാവണില്ല. അങ്ങനെ ആയാലാ പറയുന്നത്. ഇപ്പം അന്നഹു ഗഫൂറുർ റഹീം, അപ്പോഴാണ് അള്ളാഹു ഗഫൂറുർ റഹീം അതൊക്കെ അയാൾക്ക് ഭൂമിയിൽ അനുഭവപ്പെടുക. ഭൂമിയിൽ തന്നെ അയാൾക്ക് ഗഫൂറും റഹീമുമാണെന്ന് അയാൾക്ക് അനുഭവപ്പെടും. പക്ഷെ അത് അങ്ങനെ മടങ്ങണം.
അവർ ചോദിച്ചിരുന്നു, ആര് ആര് ഈ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ ആളുകൾ ചോദിക്കുകയാണ്. ഫഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അദീം. ഈ രണ്ട് മഹാപട്ടണത്തിൽ, അതായത് ഈ മക്കയിലും തായിഫിലുമൊക്കെ, ഈ തായിഫിലുമൊക്കെയുള്ള ആളുകൾക്ക് എന്തേ അതിൽ വല്ല നേതാക്കന്മാരും സമ്പത്തും ഉള്ളക്കോലൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഈ ഖുർആൻ ഇറങ്ങാതെ എന്തേ ഈ മുഹമ്മദിന്, അതായത് വാപ്പി ഉണ്ടായിരുന്നില്ല, അമ്മി ഉണ്ടായിരുന്നില്ല, സ്വത്തും ഉണ്ടായിരുന്നില്ല, ആളും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്ത, അക്ഷരജ്ഞാനമില്ല, വിവരമില്ല, ഒന്നുമില്ലാത്ത ഈ മുഹമ്മദിന് എന്തിനെ ഇത് പോയി ഇറങ്ങിയത്? അവരിൽ ഗംഭീരന്മാരായ ആളുകളുണ്ടായിരിക്കെ അതെന്തിനായി? വകാനല്ലദീന കഫറു ലില്ലദീന ആമനു ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. ആ കാഫിരീങ്ങൾ പറഞ്ഞു, ഈ വിശ്വാസികൾ ഇപ്പം ഈ പറയുന്ന ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഹിദായത്തൊക്കെ അത് നല്ലതാണെങ്കിൽ ആദ്യം അതിൻ്റെ മുകളിൽ കയറി പിടിക്കാൻ ഞങ്ങളല്ലേ? കാരണം ബാക്കിയുള്ളത് ഞങ്ങളൊക്കെ നല്ലതൊക്കെ ഞങ്ങളുടെ കയ്യിലല്ലേ, അത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, ഇത് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് അവർ ചോദിക്കണത്. അതൊക്കെ അവരുടെ അതിനെക്കുറിച്ചുള്ള ന്യായങ്ങളാണ്. അതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അഹും യഖ്സിമൂന റഹ്മത്ത് റബ്ബിക്ക്, നിൻ്റെ റബ്ബിൻ്റെ ഈ റഹ്മത്തൊക്കെ വിതരണം ചെയ്തത് അവരാണോ? അതാണ്. അതൊക്കെ അവരോട് അള്ളാഹു ചോദിക്കുന്ന ഈ ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മളും ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചാണ് ഈ ആയത്തുകളെയൊക്കെ കാണേണ്ടതും വായിക്കേണ്ടതും. കദാലിക, അപ്രകാരം, അപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്ന ഒരുപാട് പ്രാപഞ്ചികമായും ഭൗമികമായും എല്ലാ നിലക്കും ബൗദ്ധികമായും പ്രാമാണികമായും ഉള്ള എല്ലാ തെളിവുകളും, അതാണ് ഈ കദാലിക എന്ന് പറയുന്നത്. അപ്രകാരം എന്നാ പറയും, ഇപ്രകാരം എന്നല്ല. അപ്പം അതിൻ്റെ മേലെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുള്ള വർത്തമാനം. നുഫസ്സിലുലായാത്ത്, ആയാത്തുകളെ ഞാൻ തഫ്സീല്, ഫസ്ൽ എന്ന് പറഞ്ഞാൽ പിരിക്കുക, വേർതിരിച്ച് വിശദീകരിക്കുന്നു. എന്തിന്? അതായത് ഹിദായത്ത് വേർതിരിച്ച് വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലായാൽ വലിതസ്തബീന സബീലുൽ മുജ്രിമീന, അതിൻ്റെ സ്വാഭാവിക ഫലം എന്താ വെച്ചാൽ കുറ്റവാളികളുടെ മാർഗം സ്വാഭാവികമായിട്ടും വ്യക്തം. അത് അവ്യക്തമായാൽ ഇതും മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് നമ്മളെ ഈ ബാക്കിയുള്ളവർ നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മാർഗം വ്യക്തമല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെന്താണെന്ന്, നമ്മളുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ അസ്തിത്വമില്ലാത്തൊരു സമൂഹമായി മാറി നമ്മൾ. എന്തുകൊണ്ട്? ജഹാലത്ത് കൊണ്ട്. നമ്മുടെ ജഹാലത്ത് കൊണ്ട് നമുക്ക് നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്താ ചോദിച്ചാൽ അജണ്ടകൾ സെറ്റ് ചെയ്യണത് വേറെ കൂട്ടരാണ്, നമ്മൾ ശരിക്കും അതിൽ പോയി വീണ് കൊടുക്കുന്ന ആളുകളാണ്. അതെന്താ ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് നമുക്ക് കൃത്യമായി വ്യക്തമായാൽ നമുക്ക് മറ്റവൻ്റെ വിവരങ്ങൾ വേഗം മനസ്സിലാവും. അതിനെതിരെ വരുന്ന എന്തിനേയും നമുക്ക് മനസ്സിലാവും. അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയാത്തുകളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. അതായത് വലിയ വലിയ കാര്യങ്ങൾ, ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഞാൻ നിങ്ങൾക്ക് നൽകാം. നിരവധി തിയറികളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ തിയറികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഞാനത് വ്യക്തമായി വിവരിച്ചു തരിക. നേരത്തെ എന്തുകൊണ്ടാണ് ആധിക്യവും കുറവും എന്ന് പറയുന്നത് പോലുള്ള വിഷയങ്ങൾ അത് വ്യക്തമായി ഞാൻ വിവരിച്ചു തരുന്നത് സബീലുൽ മുജ്രിമീനി, കുറ്റവാളികളുടെ മാർഗം ശരിക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടിയാണെന്നാണ്. ഇതിൻ്റെ ഒക്കെ മർമ്മം, ഈ പറയുന്നതിൻ്റെ ഒക്കെ മർമ്മം, കുൽ ഇന്നി, പറയുക, ഇന്നി നുഹീതു, ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ മർമ്മത്തിലേക്ക് കിടക്കുകയാണ്. എന്ത് വിലക്കപ്പെട്ടിരിക്കുന്നു? അൻ ആബുദ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിന് വിലക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെ? അല്ലദീന തദ്ഊന മിൻ ദൂനില്ല, അല്ലാഹുവല്ലാതെ നിങ്ങൾ ദുആ ചെയ്യുന്നതിന്. രണ്ട് വാക്കുകൾ നോക്കണം. ഒന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ദുആയാണ്. അതാണ് റസൂൽ പറയുന്നത്, അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ മജ്ജയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്. ഇപ്പോൾ എവിടെ എത്തി നമ്മൾ? അതായത് നമുക്ക്
ദുആ ചെയ്യാൻ പലരുമുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയുകളുമുണ്ട്, ശുഫആകളുമുണ്ട്. അവരോടാണ് നമ്മൾ ദുആ ചെയ്യുക. ആ ദുആ തന്നെയാണ് ഇബാദത്ത്. ഇവിടെ പലരും ഇപ്പോൾ അത് അങ്ങനെ അല്ലാതൊക്കെ വാദിക്കുന്നുണ്ടാവും. പക്ഷെ ഖുർആൻ പറയാം, ഖുർആൻ അതിൻ്റെ കൃത്യമായ പോയിന്റിലേക്ക് കൊണ്ടുവരാം. ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് അയാൾക്കുള്ള ഇബാദത്താണ്. അത് ചെയ്യാൻ ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നത്, നിങ്ങളിലേക്ക് വന്നത് ഞാൻ തീരുമാനിച്ചിട്ടല്ലാത്തതുപോലെ ഈ കാര്യവും ഞാൻ വിലക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു ഒത്തുതീർപ്പിൻ്റെ വർത്തമാനം പറഞ്ഞാലും അതിലേക്ക് ഞാൻ ഉണ്ടാവുകയില്ല. അത് വിലക്കപ്പെട്ട കാര്യമാണ്. ഞാൻ ഫോളോ ചെയ്യുകയില്ല, പിന്തുടരുകയില്ല. അഹ്വാഅക്കും, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഞാൻ പിന്തുടരുകയില്ല. രണ്ട് നിലക്കാണ് നമ്മളുടെ ഈ വലിയും ശുഫാവും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒന്ന്, സാലിഹീങ്ങളായ ആളുകളെ അവരുടെ പേരിൽ അങ്ങനെ ആരോപിക്കാം. അത് അവരിഷ്ടപ്പെടുന്ന ചില ആളുകളാണ്. അവരങ്ങനെ തീരുമാനിക്കും, ഇന്ന ആൾ വലിയാണ്, ഇന്ന ആൾ വലിയാണ്, അയാളോട് ചോദിക്കാം എന്നുള്ളത്. വേറൊരു കൂട്ടർ സ്വയം വലിയായിട്ട് അവരോധിക്കുക, അങ്ങനെ തന്നെ അവരെന്നെ ചെയ്യുന്നതാണ്. അത് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ മുഹയ്യിദ്ദീൻ ഷേഖ്, അദ്ദേഹം ഈ വിഷയമൊന്നും അറിഞ്ഞതോ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിനങ്ങ് ആക്കിവർ അങ്ങ് ഉയർത്തി, ഈസാ നബീനൊക്കെ ഉയർത്തി വെച്ചതുപോലെ. വേറൊരു കൂട്ടർ കച്ചവട താല്പര്യത്തിന് വേണ്ടി സ്വയം അങ്ങനെ, ഇപ്പോൾ പല ആളുകളും അങ്ങനെ ധാരാളം, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് നിലക്കുണ്ട്. ഈ രണ്ടും വലിയ ചതിയാണ്. ഈ രണ്ടും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് വലിയ ചതിയിലാണ്, അതായത് ശിർക്കിലാണ്. ഇവിടൊക്കെ ഈ ളുൽമ് എന്നൊക്കെ ഇനി വരുമ്പോൾ ഒക്കെ ഇത് ശിർക്കുമായി ബന്ധപ്പെട്ട അക്രമങ്ങളാണ്, അതായത് ക്രമമില്ലായ്മകളാണ്. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്താൽ, പിന്തുടർന്നാൽ, കത് വലത്തു ഇതൻ, എങ്കിൽ ഞാൻ വലിയ പിഴവിൽ പോയിപ്പെടും. നിശ്ചയമായും ഞാൻ പിഴച്ചവനായി മാറും. വമാ അന, ഞാൻ ആവുകയുമില്ല, മിനൽ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരിൽ ഞാൻ പെടുകയുമില്ല. അതാണ് ഇതുകൊണ്ട് ഉണ്ടാവുക. കുൽ, അവരോട് പറയുക, ഇന്നി, നിശ്ചയമായും ഞാൻ, അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിലാണ്. എനിക്ക് വ്യക്തമാണ് കാര്യങ്ങൾ. ആ വ്യക്തതയാണ് വാസ്തവത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് ആവശ്യപ്പെടേണ്ടത്. പക്ഷേ നിങ്ങളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, കദ്ദബത്തും ബിഹി, ആ വ്യക്തമായ ആ മാർഗദർശനം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം എന്താ വെച്ചാൽ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അത്ഭുതങ്ങളും ശിക്ഷയുമൊക്കെയാണ്. നീ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അത്ഭുതങ്ങൾ കൊണ്ടുപോവാ. അതാണ് പറയുന്നത്, മാ ഇന്തി, എൻ്റെ അടുക്കലില്ല, മാ തസ്താജൂലൂന ബിഹി, നിങ്ങൾ ഈ കൊണ്ടാന്ന് പറയുന്നത് ധൃതി കൂട്ടുന്ന സാധനം എൻ്റെ കയ്യിലില്ല. അത് എൻ്റെ വരുതിയിൽപ്പെട്ടതല്ല, എന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ചെയ്യാനല്ല. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, വിധികളൊക്കെയും, ഏത് വിധിയാണെങ്കിലും, ഞാൻ പ്രവാചകനാകണം എന്നുള്ളതും, ഞാൻ എവിടെ വരണമെന്നുള്ളതും, ഏത് കാലത്ത് വരണമെന്നുള്ളതും, ആരിൽ നിന്ന് വരണമെന്നുള്ളതും, മുഴുവൻ വിധികളും അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. വേറെ ആർക്കും അതിൽ ഒരു പങ്കുമില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല. ഈ വിധികളൊക്കെയും, ഈ പ്രപഞ്ചമാകുന്ന സൃഷ്ടിയും, ഈ ഭൂമിയും, നമ്മളും, അതിലെ പരീക്ഷണങ്ങളും, ഇതൊന്നും അള്ളാഹു ആരോടും ചോദിച്ചിട്ട് ചെയ്തതല്ല. ഇതൊക്കെ കൃത്യമായും അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ്. അതിനെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ ആർക്കും അധികാരവുമില്ല, സാധ്യവുമല്ല. യഖുസ്സുൽ ഹക്ക, ഹക്കിനെ കസസ് ചെയ്യുന്നു. കസസ് എന്ന് പറഞ്ഞാൽ, കസ്സ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പിന്തുടരുക, പാദങ്ങളെ. വകാലത്ത് ലി ഉഖ്തിഹി ഖുസ്സൈ, ആ മൂസാ നബീനെ പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കിയപ്പോൾ അതിൻ്റെ പെങ്ങളോട് പറയുന്നുണ്ട് ഉമ്മ, അതിനെങ്ങനെ ഫോളോ ചെയ്യാൻ, അവനെ ആ പെട്ടിയിലെ ഫോളോ ചെയ്യാൻ. കസസുൽ അംബിയ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അംബിയാക്കളുടെ ചരിത്രം. ഇവിടെ കസ എന്ന് പറഞ്ഞാൽ ഹക്കിനെ ഫോളോ ചെയ്യുക, ഹക്കിനെ പിന്തുടരുക. അതായത് പ്രവാചകനിലൂടെ, ഖുർആനിലൂടെ, പ്രവാചക മാർഗത്തിലൂടെ, പ്രവാചകൻ്റെ ഇത്തിബായിലൂടെ ഹക്കിനെ പിന്തുടരുക. അതാണ് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് വിധിച്ച മാർഗം എന്നാണ്. നിങ്ങൾക്ക് ഈ ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടിയിട്ട് അള്ളാഹ് വിധിച്ച മാർഗം ഈസാ നബീനെ പോലെ മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കലൊന്നുമല്ല. അത് അള്ളാഹ് വിധിച്ചതാണ്. അള്ളാഹു വിധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അവിടെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ,
അത്തിക്ക് അതിൻ്റെ എല്ലാ വിശിഷ്ട ഗുണങ്ങളും വിധിച്ച അതേ അള്ളാഹു തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഘടനയും വിധിച്ചത് എന്നാണ്. അതേപോലെ ഇവിടെയും യക്കുസുൽ ഹക്ക, അള്ളാഹു അത് വിധിച്ചു. അള്ളാഹ് വിധിച്ചതിനെ ഫോളോ ചെയ്യുക, ഹക്കിനെ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ഫോളോ ചെയ്യുക, അതേ നിങ്ങൾക്ക് മാർഗമുള്ളൂ. അള്ളാഹു വിമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരൊറ്റ മാർഗമുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. വഹുവ ഖൈറുൽ ഫാസിലീൻ, അവൻ ഈ വേർതിരിച്ചു വിശദീകരിക്കുന്ന, ഏറ്റവും നന്നായി വേർതിരിച്ചു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നവൻ ആ അള്ളാഹുവാണ്. അള്ളാഹുവിനേക്കാൾ കേമമായിട്ട് ഇനി അത് വിശദീകരിച്ചു തരാൻ ആർക്കും കഴിയില്ല. അള്ളാഹു അതങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ജഹാലത്ത് കൊണ്ട്, മറ്റൊന്ന് അവഗണിച്ചുകൊണ്ട്. രണ്ട് നിലക്കും നമ്മളുടെ പ്രശ്നം ഇതാണ്. കുൽ പറയൂ, ലൗ അന്ന ഇന്ദി, എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മാ തസ്തഅജിലൂന ബിഹി, നിങ്ങൾ ഈ ധൃതി കൂട്ടുന്ന ഈ അധികാരങ്ങൾ, ഈ അത്ഭുതങ്ങൾ കാണിക്കാനും നിങ്ങൾക്ക് മേൽ ശിക്ഷ വിധിക്കാനൊക്കെയുള്ള അധികാരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ലഖുദിയൽ അംറു, കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുമായിരുന്നു. ബൈനി വ ബൈനക്കും, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നത്തിന് ഞാൻ തന്നെ തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്ന്. അത് എൻ്റെ കയ്യിലില്ലാത്തതാണ് ഇപ്പം എൻ്റെ പ്രശ്നം. കാരണം നിങ്ങളെ നിർബന്ധിച്ച് നന്നാക്കൽ എൻ്റെ പണിയല്ല എന്നാണ്. നിങ്ങൾ വലിയ ആളുകളാണ്, പക്ഷെ നിങ്ങളെ പ്രത്യേകം പരിഗണിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കൽ എൻ്റെ പണിയല്ല. വമാ അലൈക്ക അല്ലാ യസ്സക്ക, അവർ നന്നായില്ലെങ്കിൽ അനക്കെന്താന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അതൊന്നും എൻ്റെ പണിയല്ല. അമ്മാമൻ ജാഅക യസ്ആ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിന്നെ തേടി നിന്നിലേക്ക് വരുന്ന വഹുവ യഖ്ശ, അങ്ങനെ ഖുശൂഉള്ള ആളുകൾക്ക് മുകളിൽ നിനക്ക് ബാധ്യതയുള്ളൂ. മാറി നിൽക്കുന്നത് കേമന്മാരാണോ, സെലിബ്രിറ്റികളാണോ, വലിയ ആളുകളാണോ, രാജാവാണോ, അതൊന്നും നിൻ്റെ പണിയല്ല. അവർ നന്നായില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ തീർപ്പ് കൽക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അധികാരമൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. വല്ലാഹു അഅലമു ബിദ്ദാലിമീൻ, അക്രമികൾ, അതായത് അള്ളാഹുവിൻ്റെ ക്രമം അംഗീകരിക്കാത്ത, സ്വന്തം ക്രമങ്ങളെ വേണമെന്ന് വാശി പിടിക്കുന്ന അവരാണ് വാലിമ്. അതായത് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാത്ത, ശിർക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന, സ്വന്തം ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ആ ആളുകളെ അള്ളാഹുവിന് നന്നായി അറിയാവുന്ന, അത് നന്നായി അറിയാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെന്നറിയാം. അവർ പുറത്തേക്ക് പറയുന്നത് എന്താണെന്നറിയാം. ആ പറയുന്നതിൻ്റെ കാരണങ്ങളറിയാം. മുഴുവൻ അള്ളാഹുവിന് അറിയാം. വഇൻദഹു, ഇനി പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ മനുഷ്യന്മാരെ ഈ ആളുകൾ ഈ വഴിതേടിലേക്ക് ആക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഗൈബ് അറിയാമെന്നുള്ളതാണ്. ഗൈബ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നവർക്ക് ഗൈബ് അറിയാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ്, അതാണ് ഈ വലിയകളും ശുഫാകളുടെ അതുകൊണ്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇവർക്കറിയാം. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേരളത്തിലൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാൾക്കും വിശദീകരിച്ച് കൊടുക്കണ്ട. കാരണം അത്രയും വ്യാപകമായിട്ട് അതിങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ഊരിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് കേൾക്കണില്ലേ, എന്തൊക്കെയാണ് അയാൾക്കറിയാം. അയാളാണിച്ചെങ്കിൽ വൈകാണ്ട് കിടന്ന് ഇടങ്ങറായി കഷ്ടപ്പെട്ട് ബുദ്ധി പോലും പിടിച്ചു നിർത്താൻ പറ്റാതെ അങ്ങനെ മരിച്ചു പോയ ഒരാളല്ലേ. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് അവർ പറയുന്നത്, പൗരോഹിത്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ആ പൗരോഹിത്യത്തിൻ്റെ വാക്ക് അതേപോലെ വിഴുങ്ങുന്ന മനുഷ്യർ, ഈ മനുഷ്യരൊക്കെ എന്ത് ന്യായ അള്ളാഹുവിൻ്റെ അടുത്ത് പറയാം? ഇവർക്ക് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റുമോ? കഴിവില്ല എന്ന് പറയാൻ പറ്റുമോ? സാഹചര്യം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എന്തില്ല എന്ന് പറയാം? ആകെ പറയാൻ പറ്റിയ ഞങ്ങളതിനെ അവഗണിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിതിനൊക്കെ അള്ളാഹുവും റസൂലും ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ അവഗണിച്ചു. ഞങ്ങൾ പൗരോഹിത്യത്തിൻ്റെ പിന്നാലെ പോയി. ഇപ്പം ഈ ആളുകൾ അള്ളാഹിനെയും റസൂലിനെയും പരിഗണിച്ച് ആരെങ്കിലും ഒന്ന് നോമ്പ് വെക്കുമോ? നമ്മുടെ ഈ നാട്ടിൽ എത്ര ബഹുഭൂരിപക്ഷം ആളുകളൊന്ന് നോമ്പ് വെക്കുക. അങ്ങനെ ഒരു നോമ്പിനെ കുറിച്ച് ആരും പഠിപ്പിച്ചില്ല. പക്ഷേ ഈ പൗരോഹിത്യം പറഞ്ഞു കൊടുക്കുന്നത് അതേപടി വിഴുങ്ങിയിട്ട് അങ്ങനെ പോവുകയാണ്.
അത് ആ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ പൗരോഹിത്യത്തിൻ്റെ പിറകെ അവർ പോകും. കാരണം അതിലൊരു താല്പര്യമുണ്ട്, അതിലൊരു ആസ്വാദനമുണ്ട്. ഈ ആസ്വാദനങ്ങളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഷിർക്കിൻ്റെയും പിന്നിൽ ആസ്വാദനങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ആന കൂടിയിട്ട് ഇത്രയും അധികം ആളുകൾ മരിക്കണം, ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടാകണം, എന്നിട്ട് അതിന് വല്ല കുറവുണ്ടാകും ഉണ്ടാവും. അതിനെ ലേലം, ഏറ്റവും വലിയ ആനൊക്കെ ലേലം വിളിച്ചത് 10-15 ലക്ഷത്തിനാണ്. ആ ആന തന്നെ ഒരു പ്രശ്നക്കാരനാണ്. ആ ആന തന്നെ ഒരു പ്രശ്നക്കാരാണ്. അപ്പോൾ ഇതിലൊക്കെ ആസ്വാദനങ്ങളുണ്ട്. ഈ ആസ്വാദനങ്ങൾക്ക് പിറകെയാണ് മനുഷ്യൻ. അതിൻ്റെ പിന്നിൽ ഇനി മരണഭയം ഉണ്ടെങ്കിലും അതിൻ്റെ സാഹസം ഉണ്ടെങ്കിലും അതൊക്കെ ഈ മനുഷ്യരെ ഏറ്റെടുക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അത് പറയുന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും. ഈ ആസ്വാദനത്തിൻ്റെ പിറകെ പോവോ അള്ളാഹുവിൻ്റെ മാർഗത്തിൻ്റെ പിറകെ പോകുന്ന. അതാണ് ഖുർആൻ പറയുന്നത് ഫലഖ്തഹമൽ അഖബ. ഈ അഖബ താണ്ടുക. ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ തന്നെ തിക്കിത്തിരക്കി വഴി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചില സംഭവത്തിലൊക്കെ ഉണ്ടല്ലോ, അങ്ങ് വഴി ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും വഴി അടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന് തിക്കിത്തിരക്കി ഒരു വഴി ഉണ്ടാക്കലുണ്ട്. അതിന് തയ്യാറായില്ല എന്നാണ്. എന്നിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത് ഫഖുറഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ. അതായത് മനുഷ്യൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട്, കാരണം അതിന് പണിയെടുക്കണം. മറ്റത് എന്ന് പറഞ്ഞാൽ ഒഴുക്കിലെ ചണ്ടി പോലെ പോയാൽ മതി. പണിയെടുക്കേണ്ട വിഷയങ്ങൾ എന്താ ചോദിച്ചാൽ കിട്ടാനുള്ളത് അത്രയും വിലപ്പെട്ട സാധനം സ്വർഗ്ഗം. അപ്പോൾ അതിന് കൃത്യമായി ആസൂത്രിതമായി പണിയെടുക്കുക തന്നെ വേണം. അങ്ങനെ പണിയെടുക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ. ആ മാർഗത്തെ വേണ്ടെന്ന് വെക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ പറയുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കാണുന്ന പുറംപോടി മതമൊക്കെ അതിലുണ്ടാവും. നമുക്ക് മതം മാത്രമാണ് വേണ്ടത് എന്ന് വിചാരിച്ചാൽ ഇത് മതി. പക്ഷെ ദീനുള്ളയാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് വേണമെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും തന്നെ നമ്മൾ തേടണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെ ചതിക്കാനുള്ളതാണ്. ഈ ഗൈബിനെ കുറിച്ച് അറിയാം, ഗൈബ് അറിയാം. ഏത് ഗൈബും അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അതിനെക്കുറിച്ച് അള്ളാഹ് പറയാം, മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അള്ളാഹു അല്ലാതെ ഗൈബിൻ്റെ, ഗൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ അദൃശ്യം എന്നൊക്കെ മലയാളം പറഞ്ഞാൽ അത് ഗൈബാവില്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ യാതൊരു ഉപാത്തങ്ങളെ കൊണ്ടും നമുക്ക് തെളിയിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും കാര്യങ്ങൾ, പക്ഷെ അത് തെളിയിപ്പിക്കാൻ പറ്റില്ല. മലക്ക്, സ്വർഗം, നരകം, വിചാരണ, ഇതൊന്നും ഇപ്പോൾ നമ്മൾക്ക് സയൻസിൻ്റെ ഏതെങ്കിലും ഉപകരണം വെച്ചിട്ട് ഇവിടെ തെളിയിപ്പിക്കാൻ പറ്റില്ല. ഇതാ ഗൈബ്. ഇങ്ങനത്തെ ഗൈബത്ത് തന്നെയാണ് നിങ്ങളുടെ ഭാവിയും. നാളെ നിങ്ങൾ എന്താവും എന്നുള്ളത് ഇതിൽ പെട്ടതാണ്. ഇത് അള്ളാഹുവിനല്ലാതെ അറിയില്ല. ഇത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറ്റിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് എല്ലാ വിഭാഗങ്ങളും ഈ പറ്റിക്കുന്നത്. ജ്യോത്സ്യം, അതും ഇതുമൊക്കെ ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഇത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്ന് അള്ളാഹു ഖണ്ഡിതമായി എന്ന് പറയാം. ലാ യഅലമുഹാ ഇല്ലല്ലാഹ് ഇല്ലാഹു. അവനല്ലാതെ അത് അറിയില്ല. അതിൻ്റെ താക്കോലൊന്നും ആർക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താ ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മനുഷ്യൻ്റെ പരീക്ഷണം കെടുക്കുന്നത്. ഈ ഗൈബുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്നാണ്. ഗൈബിൽ വിശ്വസിച്ചെങ്കിൽ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനമുള്ളൂ. ഇത് കണ്ടിട്ട് സ്വർഗം നരകമൊക്കെ കണ്ടിട്ട് പിന്നെ അതിൽ വിശ്വസിച്ചിട്ട് പിന്നെന്താ കാര്യം? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അലസ്തു ബി റബ്ബിക്കും എന്ന് പറയുന്ന ആ കരാർ എടുപ്പിച്ചത് പോലും നമ്മുടെ ഓർമ്മയിലല്ല, നമ്മുടെ ഓർമ്മയിലില്ല. ഓർമ്മയിലുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ജീവിക്കേ, പക്ഷെ ഓർമ്മയിലില്ല. ഓർമ്മയിൽ നിന്ന് അത് എടുത്തു കളഞ്ഞ് നമ്മൾ തെളിവിലാണ്. അത് തെളിവിലാണ്. ഹിദായത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, പക്ഷെ നമുക്ക് തെളിയിപ്പിക്കാൻ കഴിയില്ല. അതാ ഗൈബ്. ആ ഗൈബ് അള്ളാഹു അല്ലാത്ത ആർക്കുമില്ല. ഒരു വലിയനുമില്ല, ഒരു ഷഫീഅനുമില്ല, ഒരു നബിക്കുമില്ല, ആർക്കുമില്ല, ഒരു മലക്കിനുമില്ല, ആർക്കുമില്ല. എന്തൊന്നാണോ അവരെ നമ്മളെ അറിയിപ്പിക്കാൻ പറഞ്ഞത് അത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി. ഈ കടലിലും കരയിലും ഉണ്ട് അങ്ങനത്തെ രഹസ്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവൻ്റെ രഹസ്യം ഇപ്പോഴും ഒരു ആർക്കെങ്കിലും അറിയില്ല. അങ്ങനത്തെ രഹസ്യങ്ങളുണ്ട്. അതും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു വെളിവാക്കണം എന്ന് തീരുമാനിച്ച് അതിന് കാലങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ആ വെളിവാക്കണം എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ വെളിവാവുകയുള്ളൂ. അതിൻ്റെ അപ്പുറം വെളിവാവുകയില്ല. ഇനി അതിൻ്റെ ഒരു ഏറ്റവും
ഗംഭീരമായൊരു ഉദാഹരണം. വമാ തസ്കുത്തു, വീഴുന്നുമില്ല, മിൻ വറക്കത്തിൻ, ഇലയിൽ നിന്ന് ഒന്നും വീഴുന്നില്ല, ഇല്ലാ ലിയഅലമുഹ, അവൻ അറിഞ്ഞിട്ടല്ലാതെ. നമ്മളിത് ആരെങ്കിലും ഇതൊക്കെ ആലോചിക്കും. നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ മുറ്റത്ത് എത്ര ഇല വീഴുന്നുണ്ട്. ആ ഇലയുടെ ആഘാതം ഉണ്ടാവും, പ്രത്യാഘാതവും ചെയ്യും. ഒരില വീണാൽ അത് ഭൂമിയിലൊരു എഫക്റ്റ് ഉണ്ടാക്കില്ലേ? ഒരില വീണ ഉണ്ട്. അതായത് ഭൂമിയിലെ ഒരു കാര്യവും അതൊരു എഫക്റ്റ് ഉണ്ടാക്കാതെ പോവില്ല. ആ എഫക്റ്റുകളെ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട അറിവുള്ള ഒരു ശക്തിക്കല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന, ഇപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് എടുക്കുക. ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എത്ര പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ ഇലയുടെ കാര്യം പോലും നമ്മൾ ഈ പഞ്ചായത്തിനെ ഏൽപ്പിച്ചാലുള്ള കഥ എന്താവും? അത് നോക്കുക, നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അള്ള ഈ പറയണത്, എത്ര സൂക്ഷ്മമായിട്ടും എത്ര മനോഹരമായിട്ടും അത് പറയുന്നത്. അങ്ങനത്തെ ഒരില പോലും ഈ ഭൂമിയിൽ വീഴുന്നില്ല. ഇല്ലാ ലിയഅലമുഹ. ഇതേ വർത്താനം ആര് പറഞ്ഞു എന്നറിയോ നിങ്ങൾ? മടവൂര് പറഞ്ഞു എന്ന് അതിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തൊരു കട്ടാന്ന് നോക്കിയെങ്കിൽ, മടവൂരറിയാതെ ഭൂമിയിൽ ഒരു ഇല വീഴുന്നില്ലത്രേ. ഇതിങ്ങനെ പറയുന്ന ഒരാളുകളെ പറ്റിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ പറയുന്നത്? വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി, ഈ ഭൂമിയുടെ അന്ധകാരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിത്ത്. നമ്മുടെ പറമ്പിൽ എത്ര വിത്ത് ഉണ്ടെന്ന് നമുക്കറിയോ? അത് എവിടെയൊക്കെ കെടുക്കണമെന്ന് അറിയോ? ഇല്ല. അത് ഏതൊക്കെ രൂപത്തിൽ വന്നിട്ടാണ് ഇനി ഭൂമിയിൽ മുളക്കുന്നതെന്നറിയോ? ചില വിത്തുകൾ പക്ഷികൾ തിന്ന് കാട്ടിച്ചാൽ എത്ര മുളക്കും ചില വിത്തുകൾ. ഇതൊക്കെ അത് ഒളിഞ്ഞു കിടക്കുന്നത് എവിടെയാണ്? അത് അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളിലൂടെയാണ് അള്ളാഹു ഈ ഭൂമിയെ നിലനിർത്തി പരിപാലിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അത് വലാ റത്ബിൻ വലാ യാബിസിൻ, അത് പച്ചയായാലും ഉണങ്ങിയതായാലും എങ്ങനെയാണ് അത് ഭൂമിയിൽ സൂക്ഷിക്കപ്പെടുന്നത്? ചില വിത്തുകൾ ഇന്ന് വീണാൽ 3-4 ദിവസം മുളക്കും ഇല്ലേ? ചിലതങ്ങനെ കിടന്നിട്ടാണ് മുളക്കുള്ളൂ, അതിനിടക്ക് മുളക്കൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ അറിയാനാണ്. അള്ളാഹുവിനെ അറിയാമെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം അറിയാനാണ്. അള്ളാഹു എന്ന് പറയുന്നൊരു ശക്തി ഉണ്ട് എന്ന് അറിയാൻ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം. കാരണം ഏകത്വം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുക. കാരണം ഇതിലൊന്നും ഇടപെടാൻ ഒരു ശക്തിയില്ല എന്നുള്ളതാണ്. ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതിങ്ങനെ നിലനിൽക്കില്ല. അപ്പോൾ അള്ളാഹു ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ തന്നെ, പ്രപഞ്ചത്തിനെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ട് നമ്മുടെ ജഹാലത്ത് നീക്കുക. നമ്മുടെ ജഹാലത്ത് അള്ളാഹു നീക്കിക്കളയാം. അതിന് നമുക്ക് തന്നെ അള്ളാഹു വെച്ച ശേഷികൾ ഉപയോഗിക്കാനാണ് അള്ളാഹു നമ്മളോട് ഈ പറയുന്നത്. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇത് വ്യക്തമായ ഒരു പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിട്ടല്ല അത് നടക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വ്യക്തമായ ഒരു പ്ലാനും ഉണ്ട്, അതിന് പദ്ധതി ഉണ്ടോ? ആ രണ്ട് സംഗതികളെ കൂടാതെ ഈ പറയുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലോ ഈ ഭൂമിയിലോ നടക്കുകയില്ല. അതിൻ്റെ ഭാഗം മാത്രമാണ് ആര്? നമ്മളും. ഇല്ലാ ഉമമും അംസാലുക്കും, മറ്റ് സമൂഹങ്ങളെപ്പോലുള്ള ഒരു സമൂഹമാണ് നിങ്ങൾക്ക് അള്ളാഹു ഒരു തക്ദീർ നിശ്ചയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തക്ദീറിൻ്റെ മാർഗം ഇതാണ്. ഏത്? റിസാലത്ത്. ആ റിസാലത്താണ് നിങ്ങൾക്ക് ഈ വന്നിക്കണത്. നിങ്ങൾക്ക് വിമോചനത്തിനുള്ള നിങ്ങളുടെ തക്ദീർ അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ നിങ്ങൾക്ക് നിർവഹിച്ച് തിരിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള മാർഗം ഈ ഖുർആനും ഈ റസൂലിൻ്റെ മാതൃകയും മാത്രമാണ്. അല്ലാതെ വലിയുമില്ല, ഷഫീഉമില്ല. അതിനൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്കായി എന്നല്ലാതെ നമ്മൾ അതിലേക്കൊന്നും പോയി നോക്കേണ്ടതില്ല. അവരെയൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. നമ്മളിനെ ആരാ അതിലേക്ക് സ്വാഗതം ചെയ്തേക്കുന്നത്? സലാമുൻ അലൈക്കും, അള്ളാഹുവാണ് നമ്മളെ സ്വാഗതം ചെയ്ത്. ആ ഒരു ബോധ്യത്തിലുമാണ് നമ്മൾ ഈ ഖുർആൻ പഠിക്കേണ്ടതും അതിനനുസരിച്ചാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നന്നാക്കേണ്ടതും. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.